ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് ഹല്ലേലൂയ ദൈവാത്മാവിനോട് ചേർന്ന് ഹല്ലേലൂയ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വിളിച്ചു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്. ആമേൻ. ഹല്ലേലൂയ. പിതാവിനെ ആമേൻ നമസ്കരിക്കുന്നവർ അവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഉള്ളം നിറഞ്ഞ് അതരം തുറന്ന് ആമേൻ നമ്മെ നടത്തിയ ദൈവത്തെ നാം ആത്മാവിൽ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കഴിവും എടുത്തുകൊണ്ടൊന്നുമല്ല നമ്മളിവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അനേകർ ജോലി നഷ്ടപ്പെട്ട് അവൻ തിരികെ മടങ്ങുമ്പോൾ, അനേകരുടെ ഭവനങ്ങളിൽ അവൻ ദുഃഖം കയറി ഇറങ്ങി സമാധാനം നഷ്ടപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ ആലയത്തിന്റെ അകത്തളങ്ങളിൽ വന്നിരിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയ മഹാഭാഗ്യത്തെ ഓർത്ത് അവൻ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അവൻ ആ ദൈവത്തെ ഇന്ന് രാത്രി നാം സ്തുതിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 42-ാമത്തെ സങ്കീർത്തനം ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആത്മനിറവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവിനോട് ചേരുവാൻ വേണ്ടിയിട്ട് ഭക്തൻ ആഗ്രഹിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സങ്കീർത്തന പുസ്തകം 5 പുസ്തകങ്ങളായി ആമേൻ തരം തിരിച്ചിട്ടുണ്ട്. അതിൽ 2-ാമത്തെ ഭാഗം തുടങ്ങുന്ന ഗോരപുത്രന്മാരുടെ ഒരു ധ്യാനത്തോടു കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അറിയാം ഗോരപുത്രന്മാരെ പറ്റി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തോട് മത്സരിച്ച് ആമേൻ നാശത്തിലേക്ക് പോയ ആമേൻ ഒരു കൂട്ട ആമേൻ ഹല്ലേലൂയ ആമേൻ പിതാക്കന്മാരുടെ നടുവിൽ നിന്ന് ആമേൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആമേൻ തലമുറയാണ് ഗോരപുത്രന്മാർ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരെ ദൈവത്തിന്റെ ആമേൻ സന്നിധിയിൽ ആമേൻ വാദ്യോപകരണങ്ങളും ദൈവത്തെ പാടി സ്തുതിക്കുവാനും വേണ്ടി സ്വർഗമാക്കി വെച്ചു. ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രി പ്രൈസ് ദി ലോർഡ് ഈ ദൈവസഭ ആത്മനിറവിൽ ഒന്ന് ആരാധിച്ചാലുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹല്ലേലൂയ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആമേൻ തിരുവചനങ്ങൾ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് എന്തിനാ പ്രകാശിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ് ആമേൻ ചില ദൈവിക ദൂതുകൾ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമേൻ സ്വർഗം എനിക്കൊരു വാക്യം തന്നു. ഹല്ലേലൂയ. അത് ദൈവസഭയോടുള്ള ബന്ധത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് അത് തപ്പി ആമേൻ തുറക്കുമ്പോൾ തന്നെ അത് കയ്യിൽ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈ സങ്കീർത്തന പ്രബോധനത്തിൽ നിന്നുകൊണ്ട് തന്നെ ആമേൻ ആ യെഹെസ്കേലിന്റെ പുസ്തകം 47-ാം അധ്യായം അതിന്റെ ആമേൻ 3-ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ പ്രൈസ് ദി ലോർഡ് 4 കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1000 1000 1000 എന്ന് 4 പ്രാവശ്യം അളക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 1-ാം തലം, 2-ാം തലം, 3-ാം തലം, 4-ാം തലം. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ തലത്തിൽ ആമേൻ നരിയാണിയോളോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ ആമേൻ ഇറക്കിയത് വെള്ളത്തിലോട്ട്. പ്രൈസ് ദി ലോർഡ്. കരം പിടിച്ചിരിക്കുന്നത് ആരെന്നറിയോ? ദൈവദൂതനാ. പ്രൈസ് ദി ലോർഡ്. ആരെയാ കരം പിടിച്ചിരിക്കുന്നതെന്ന് അറിയോ? മഹാശക്തനായ യെഹെസ്കേൽ പ്രവാചകനെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്ന് ആമേൻ ഹല്ലേലൂയ അവനെ ഇറക്കി. ആമേൻ ഹല്ലേലൂയ നിന്നില്ല. 2-ാമത് ഇറക്കി, 3-ാമത് ഇറക്കി, 4-ാമത് ഇറക്കിയപ്പോൾ പിന്നീട് അവൻ പ്രവാചകനെ ഹല്ലേലൂയ അവൻ ആത്മാവിൽ കാണുകയാണ്. അവന് നീന്തിയിട്ട നദി കടപ്പാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും 1-2 തലങ്ങളിൽ നിന്നിട്ട് താഴോട്ട് വരുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പറയുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. 4-ാം തലം ഈ ദൈവസഭ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അതിന്റെ താഴെ ആമേൻ ഹല്ലേലൂയ 2-3 അനുഗ്രഹങ്ങളെ സ്വർഗ്ഗമോട് പറഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 തലം കടന്നവനെ നോക്കി
ദൈവദൂതൻ അവൻ യഹസ്കേലിനോട് വിളിച്ചു പറയുക, നീ കണ്ടുവോ? എന്ത് കാണുവാനാ? പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ആഴങ്ങളിലേക്ക് ഇറങ്ങിയവൻ കാണുകയാ നദിയുടെ ഇക്കരയും അക്കരയും വൃക്ഷങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. തീർന്നില്ല, അതൊന്ന് പെട്ടെന്ന് വായിച്ചാൽ താഴോട്ട്. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പത്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. സകലവും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. തുടർന്നും ആമേൻ ചില വാഗ്ദത്തങ്ങൾ അവൾ അതിനകത്ത് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നോക്കിക്കേ, ആമേൻ, ഹല്ലേലൂയ. ഈ നദിയിൽ നിന്ന് ആമേൻ കടത്തിയ പ്രവാചകനെ നോക്കി ഹല്ലേലൂയ ആത്മാവിൽ ഹല്ലേലൂയ സന്ദേശം കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, അവൻ നീന്തിയിട്ട് കടപ്പാൻ വയ്യാത്ത ഒരു നീരുള്ള ആ നദിയിലേക്ക് ഇറങ്ങിയവൻ കണ്ടത് അവൻ ഇരു സൈഡിലും വൃക്ഷങ്ങൾ. ഹല്ലേലൂയ. അതിന് അർത്ഥമുണ്ട്, അവൻ ഫലവത്തായ വൃക്ഷങ്ങളാ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഹല്ലേലൂയ, ഈ നദി ചെല്ലുന്നതൊക്കെയും ആമേൻ ജീവൻ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, പിന്നെയോ ഇത് ഒഴുകിച്ചെന്ന് ഒരിക്കലും കുടിക്കാൻ പറ്റാത്ത ആമേൻ ഉപ്പ് കടൽ ആമേൻ ശുദ്ധജലമായി മാറും. പ്രൈസ് ദി ലോർഡ്. അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ ആത്മതലം ആമേൻ ഇതിനകത്ത് വ്യാപരിച്ചു കഴിഞ്ഞാൽ ആമേൻ, ഹല്ലേലൂയ, ചിലതൊക്കെയും ആമേൻ, ഹല്ലേലൂയ, ശുദ്ധമായി തീരും. ഹല്ലേലൂയ. കാരണം ഇതിനെ തടയുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തുടർന്നുള്ള വാക്യങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നത് ആമേൻ, ഹല്ലേലൂയ, ആ നദിയിൽ വളരെ മത്സ്യമുണ്ടാകും. അത് പല ജാതിയിൽപ്പെട്ടതാകും. അങ്ങനെ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ആത്മനിറവിൽ നാം ആരാധിച്ചാൽ ഹല്ലേലൂയ ആത്മാ നിറവിന്റെ നാലാം തലം ഈ സഭ ഒന്ന് ആരാധിച്ച് കയറിയാൽ ആമേൻ, ഹല്ലേലൂയ, അടുത്ത് അവൻ വരുന്ന ഒരു ചോദ്യം, അവൻ ആരാധനയ്ക്ക് മുമ്പ് അവൻ നരിയാണി വയ്ക്കുന്നതിന് മുമ്പ് കാണാത്ത കാഴ്ചകൾ അവൻ, ഹല്ലേലൂയ, ഇരു കരകളിലും കാണുന്ന വിധത്തിൽ അവൻ സ്വർഗം അവനെ കരം പിടിച്ചു നടത്തും. അർത്ഥാൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവജനം അവൻ സർവശക്തനായ ദൈവത്തെ, അവൻ സത്യമായ സർവശക്തനായ പരിശുദ്ധനായ സകല ഭൂമിയുടെ നാഥനായ ആ സൃഷ്ടിതാവായ നിനക്ക് ജീവൻ നൽകിയവനായ ആ സ്വർഗീയ രാജാവിനെ നീ ആത്മനിറവിൽ ആരാധിച്ചു കയറുമ്പോൾ നിനക്കുള്ള വാഗ്ദത്തങ്ങളുടെ ഉറവയെ അവൻ, ഹല്ലേലൂയ, നിന്റെ മുമ്പിലുണ്ട്. പക്ഷേ ഹല്ലേലൂയ ആദ്യ തലത്തിൽ കയറിയപ്പോഴും കാണാൻ പറ്റാത്തത് നീ ആരാധനയുടെ നാലാം തലത്തിൽ കയറിയോ അത് നിന്റെ മുമ്പിലുള്ളതിനെ വെളിപ്പെടുത്തുന്ന ഒരു തലമുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവസഭയോട് അവൻ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അവൻ ആഗ്രഹിച്ചതുപോലെ ദൈവമേ, ഹല്ലേലൂയ, എന്റെ ആത്മാവ് നിങ്ങളെ ഹല്ലേലൂയ അങ്ങയോട് ചേരുവാൻ ദാഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വേദപുസ്തകം പഠിക്കുമ്പോൾ ആമേൻ 3 ആത്മാക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അറിയാലോ? പ്രൈസ് ദി ലോർഡ്. 1 ദൈവാത്മാവ്, 2 മനുഷ്യാത്മാവ്, 3 ദുരാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ഹല്ലേലൂയ, അവന്റെ തേജസ്സാൽ അവൻ നിറച്ചിരുന്ന സമയത്ത് അവൻ ദൈവാത്മാവിനാൽ ദൈവ സാന്നിധ്യം കണ്ട് അവൻ ജീവിച്ച മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതിൽ നിന്ന് വശീകരിച്ച് അവനെ പാപത്തിലേക്ക് തള്ളിയിട്ടപ്പോൾ അവൻ, ഹല്ലേലൂയ, അവൻ ദുരാത്മാവിന്റെ അവൻ വാക്കിന് കീഴ്പ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചതെന്താ? ആ തേജസ് അവനെ വിട്ടങ്ങ് മാറി. ഹല്ലേലൂയ. എന്നാൽ സ്വർഗീയ പിതാവ് അവനോടുള്ള സ്നേഹം നിമിത്തം, ഹല്ലേലൂയ, മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും അവൻ എന്താണ് പാപം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അനുസരണക്കേടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ ഈ സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തോട്ടത്തിൽ വൃക്ഷങ്ങളെല്ലാം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആ തോട്ടത്തിന്റെ നടുക്ക് തന്നെ 2 വൃക്ഷങ്ങളെ ദൈവം മുളപ്പിച്ചു. ഒന്ന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, 2 ജീവവൃക്ഷം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് ഈ തോട്ടത്തിലെ സകലതും തിന്നാം, പക്ഷേ ഹല്ലേലൂയ ഈ വൃക്ഷഫലം നീ തിന്നരുത്. സത്യം പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം അവനോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കണം. എന്ന് വച്ചാൽ പാപം എന്ന് വച്ചാൽ അനുസരണക്കേടാണ് പാപം. ഹല്ലേലൂയ. ദൈവം അരുത് എന്ന് പറഞ്ഞാൽ അത് അരുത് തന്നെയാ. അതിനപ്പുറം നീ കടന്നാൽ ഹല്ലേലൂയ കുഴപ്പമോ. ഇതാ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ഹല്ലേലൂയ. അവിടെ ആ മനുഷ്യൻ വീണുപോയത്, ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് അകന്നുപോയത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക, ദൈവമേ എന്റെ ഹല്ലേലൂയ ആത്മാവ് ഹല്ലേലൂയ നിന്നോട് ചേരുവാൻ ആവശ്യിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് നോക്കിക്കേ, അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 5. ആത്മാവേ നീ വിഷാദത്തിൽ നിറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ നിറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. അവൻ അവനോട് തന്നെ ഹല്ലേലൂയ അവൻ പറയുക, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഇറങ്ങുന്നത് എന്താ? ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഹല്ലേലൂയ എന്തിനോ അവൻ ഹല്ലേലൂയ അതിൽ സ്തോത്രം അവന്റെ ഉള്ളിൽ എന്തിനോ സങ്കടം, അല്ലെങ്കിൽ ഹല്ലേലൂയ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതിന്റെ 6-ാമത്തെ വാക്യവും എന്റെ ആത്മാവ് എന്നെ വിഷാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. അതിന്റെ 9-ാമത്തെ വാക്യം നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉത്തരം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. 9-ാമത്തെ വാക്യത്തിൽ പറയും, നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത്? ഹല്ലേലൂയ. വാസ്തവത്തിൽ ഒരു ഭക്തനെ സ്വർഗം മറക്കുമോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. സ്വർഗം ഒരിക്കലും ഒരു ഭക്തനെ മറക്കുകയില്ല. എന്നാൽ അവന്റെ ഉള്ളിൽ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അവൻ ഹല്ലേലൂയ എന്താ പറയുക, അവൻ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നീറുകയാണ്. ഇതിനൊരു നീക്കുപോക്ക് വരുന്നില്ല. പക്ഷേ ഹല്ലേലൂയ എന്നിട്ടും ഹല്ലേലൂയ ഒരു കനൽ എരിവെന്ന പോലെ അവൻ സ്വയമേ പറയുക. ഹല്ലേലൂയ. അവൻ തന്നോട് തന്നെ പറയുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു. അവൻ തന്നിൽ തന്നെ അവൻ ഒന്ന് ബലപ്പെടുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അനേക വിഷയങ്ങളുടെ നടുവിൽ കൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഹല്ലേലൂയ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് നമ്മുടെ വിഷയം അറിയില്ലെങ്കിലും അവരവർക്ക് അവരവരുടെ വിഷയങ്ങളെ നന്നായി അറിയാം. ഇന്ന് രാത്രി ഹല്ലേലൂയ മനുഷ്യരെ കൊണ്ട് ഹല്ലേലൂയ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഹല്ലേലൂയ നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്ന സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ ഒരു നാളും കൈവിടത്തില്ലെന്നാ പറഞ്ഞ്, അവൻ ഒരു നാളും തള്ളിക്കളയില്ലെന്നാ പറഞ്ഞ് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ഇന്ന് ഇതിന്റെ നടുവിൽ, ഈ ആലയത്തിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുമ്പോൾ, അനേക വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുമ്പോൾ ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ എന്റെ ആത്മാവെ നീ എന്തിനാ വിഷാദിക്കുന്നത്? നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് വച്ചാൽ ഹല്ലേലൂയ സകലത്തെയും ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. സകല വിഷയത്തെയും ദൈവകരങ്ങളിൽ കൊടുക്കുക. അങ്ങനെയെങ്കിൽ
അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആ സർവശക്തനായ ദൈവം അവൻ അതിന്മേൽ പരിഹാരം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഭക്തൻ ചോദിക്കുന്നത് കണ്ടില്ലേ, നീ എന്തിനാ എന്നെ മറന്നത്? പ്രൈസ് ദി ലോർഡ്. അല്ലാത്തൊരു ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചോദിച്ചിട്ടില്ലേ പലപ്പോഴും അവൻ പല വിഷയങ്ങൾ പ്രാർത്ഥനാ മുറികളിൽ, കർത്താവേ എന്തുകൊണ്ടായി വിഷയം അവൻ നീ എന്നെ മറന്നുവോ? അവൻ ഹല്ലേലൂയ. അടുത്ത പദപ്രയോഗം ഇങ്ങനെയാ, ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, ഭക്തൻ പറയുക, അവൻ ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി. ആമേൻ. ശത്രുവിന്റെ ഉപദ്രവം എന്താ? ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിളിച്ചു പറഞ്ഞു, കള്ളൻ അവൻ ഹല്ലേലൂയ കക്കാനും അവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ അവൻ വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അവൻ ജീവിതത്തിന്റെ മേഖലകളിൽ പിശാച് കൊണ്ടിടുന്നതായ പല ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നാം പലപ്പോഴും അകപ്പെട്ടു പോകാറുണ്ട്. ദൈവം അനുവാദം കൊടുക്കാറുണ്ട്. പക്ഷേ ഹല്ലേലൂയ അതിന്റെ നടുവിൽ അവൻ ഭക്തൻ ചോദിച്ചതുപോലെ നാം പലപ്പോഴും ചോദിച്ചു പോകാറുണ്ട്. ദൈവമേ, നീ എന്തിനാ എന്നെ മറന്നത്? അവൻ ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ എന്തിനാ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത്? അവൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രാത്രി ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുക, അവൻ നീ വിഷാദിച്ച് നിറങ്ങണ്ട. അവൻ കാരണം ഹല്ലേലൂയ നിന്റെ മുഖപ്രകാശ രക്ഷയായ ഒരുവനുണ്ട്. നീ അവനിൽ പ്രത്യാശ വയ്ക്കുക. ആ പ്രത്യാശ മാത്രം പോരാ. അവൻ സങ്കീർത്തനക്കാരൻ 5-ാം വാക്യത്തിലും അവസാന വാക്യത്തിലും എടുത്തു പറയുക, ഇതിന്റെ നടുവിൽ നിന്റെ അതരം തുറന്ന് നീ ദൈവത്തെ സ്തുതിക്ക്. അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയെങ്കിൽ, അവൻ നിന്റെ പ്രത്യാശ എങ്കിൽ, നീ അവനെ അതരം തുറന്നൊന്ന് സ്തുതിച്ച്. അവൻ ഹല്ലേലൂയ. അവൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ അനേക പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ ദൈവസഭയെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ സ്വർഗീയ പിതാവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട്, കർത്താവേ ഇത് നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ, ഇതിന് നീക്കുപോക്ക് നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയോ അതിനെ തടഞ്ഞു നിർത്തുവാൻ ആർക്ക് കഴിയും? അവൻ ചലിച്ചു തുടങ്ങിയാൽ ഹല്ലേലൂയ ജീവനറ്റ് കിടക്കുന്നതും ചലിക്കുവാൻ തുടങ്ങും. അർത്ഥാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവോത്മാവിൽ നിറഞ്ഞ് ആത്മനിറവിൽ നീ അതരം തുറന്ന് ആത്മനിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു നോക്കിക്ക്. ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ദൈവപ്രവൃത്തി ചലിക്കുന്നത് കാണുവാൻ നിനക്ക് കഴിയും. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസഭയ്ക്കകത്ത് വന്ന് അതരം തുറക്കണം ദൈവമക്കളെ. അവൻ ഹൃദയം തുറക്കണം ദൈവമക്കളെ. ശത്രു പറയും, നീ എന്തിനാ സ്തുതിക്കുന്നത്? നീ എന്തിനാ ദൈവത്തെ ആത്മനിറവിൽ ആരാധിക്കുന്നത്? നിന്റെ വിഷയങ്ങളുടെ നടുവിൽ അവൻ നിനക്കൊരു നീക്കുപോക്കില്ലല്ലോ. അവൻ പക്ഷേ നീ വിളിച്ചു പറയണം, അവൻ ഹല്ലേലൂയ എന്റെ ദൈവം ജീവനുള്ള ദൈവം, അവൻ പ്രവർത്തിക്കാൻ ശക്തനായ ദൈവം, അവൻ പ്രവർത്തിക്കുന്നത് തക്ക സമയത്ത്. അവനൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. അവന്റെ പ്ലാനിൽ കൂടെ എന്നെ കടത്തിവിടുമ്പോൾ ഹല്ലേലൂയ എനിക്കൊരു കാര്യം അറിയോ? ഹല്ലേലൂയ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ ആ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ എനിക്ക് കഴിയും. അതുകൊണ്ടാ ഭക്തൻ പറഞ്ഞത്, ഹല്ലേലൂയ എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ആരാമത്തെ വാക്യം വായിച്ചേ. ഭക്തൻ പറയാണോ, എന്റെ ദൈവമേ എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്ന് കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്ന് ദൈവപ്രവൃത്തികളോ എന്ന് വെച്ചാൽ അസാധ്യങ്ങളുടെ നടുവിൽ
സാധ്യമായി തീർന്ന വിഷയങ്ങളെ ഭക്തൻ അവിടെ വിരൽ ചൂണ്ടുകയോ. ഭക്തൻ ഇങ്ങനെയാ പറയുന്നത്, ഞാൻ വിഷാദിച്ചിരിക്കുക, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുക. പക്ഷേ ഹല്ലേലൂയ, സർവശക്തനായ ദൈവമേ, എനിക്കൊരു കാര്യം അറിയാം. യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും ഞാൻ നിന്നെ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രാത്രി ഹല്ലേലൂയ, ആമേൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഒരുപാട് കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, വിഷമസന്ധികളിൽ പ്രയാസത്തിൽ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവം നടത്തിയ വഴികളെ ഓർത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായ ഒരു സാഹചര്യം വന്നപ്പോൾ സ്വർഗം ഇറങ്ങി അത്ഭുതം ചെയ്തില്ലേ? ഹല്ലേലൂയ. ഇവിടെ ഭക്തൻ അതാ പറയുന്നത്, ഹല്ലേലൂയ, യോർദാൻ പ്രദേശത്ത് പ്രൈസ് ദി ലോർഡ് നിന്റെ അത്ഭുതത്തെ കണ്ടു. ഹല്ലേലൂയ. കലങ്ങി മറിയുന്ന യോർദാൻ ആമേൻ അവിശുദ്ധന്മാരുടെ കാൽ ചവിട്ടിയപ്പോൾ രണ്ടായി പിരിഞ്ഞു മാറി വഴി തുറന്നെങ്കിൽ അവിടെ നിന്റെ മഹാപ്രവൃത്തിയെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലവും രാത്രിയിലും നമ്മുടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ അവസാനത്തെ വാക്യം ഒരു വായിച്ചേ. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 1-ാമത്തെ വാക്യത്തിൽ തുടങ്ങിയത് ഇങ്ങനെയാണ്, മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രാത്രി ഹല്ലേലൂയ, ആ ദാഹത്തോടെ ആമേൻ, ആ ആഗ്രഹത്തോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിറയ്ക്കുവാൻ സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി ഹല്ലേലൂയ, ആമേൻ, ദൈവ പൈതങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ കൂടാതെ ഒരു കാര്യം സാധ്യമാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിന്റെ ഇഷ്ടത്തിനോ ആമേൻ കഴിവുകൊണ്ടോ ഒന്നും നേടാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആമേൻ ദൈവത്തിന്റെ ആത്മശക്തിയാൽ മാത്രമേ ഹല്ലേലൂയ ആമേൻ നിന്റെ ജീവിതത്തിലെ നന്മകളെ നിനക്ക് നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആ ദൈവത്തെ നാം ആത്മാവിൽ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ നിറങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. രാത്രി ഹല്ലേലൂയ, ആമേൻ, വിഷയങ്ങളെ കണ്ടുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ആത്മതലത്തിൽ കണ്ടുകൊണ്ട് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ തിരുവചനത്തിൽ വിളിച്ചു പറയുന്നത്, അവൻ ഉയരം കൂടിയ മതിൽ അവർക്ക് തടസ്സമായി നിന്നിട്ടും അവരുടെ വഴി മറഞ്ഞു നിൽക്കുമ്പോഴും അവരൊന്നും കണ്ടില്ല. പക്ഷേ അവർക്കൊരു കാര്യം അറിയാം, കാഹള ശബ്ദത്തോട് അവൻ യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളത്. അവൻ ഉന്നതനായ ദൈവത്തിന്റെ നാമത്തെ അവൻ മുന്നിൽ കണ്ട വൻമതിലിന്റെ മുമ്പിൽ അവർ ശബ്ദം ഉയർത്തുമ്പോ അടുത്ത നിമിഷം അവർ കണ്ട കാഴ്ചയെന്തോ, ആ മതിൽ തകർന്നു നിലം പരിചയാകുന്ന, ആ യെരിഹോ കോട്ട നിലം പരിചയാകുന്ന അവസ്ഥ. അങ്ങനെ ഇന്ന് രാത്രി ഹല്ലേലൂയ, അവൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവൻ നിങ്ങളുടെ ആത്മബലത്തിൽ കണ്ടുകൊണ്ട് ഈ സർവശക്തനായ ദൈവത്തെ ആത്മാവിന്റെ നിറവിലൊന്ന് സ്തുതിച്ചു നോക്കിക്ക്, ആത്മനിറവിലൊന്ന് ആരാധിച്ചു നോക്കിക്ക്, ആത്മാവിൽ ശക്തമായി പോരാടി നോക്കിക്ക്. ഇന്ന് രാത്രി ഇരുട്ടിന്റെ കോട്ടകൾ തകരും. പ്രൈസ് ദി ലോർഡ്. ആത്മമണ്ഡലത്തോട് പോരാടുന്ന ആമേൻ ആവിചാരക്രിയകൾ തകരും. ആത്മമണ്ഡലത്തോട് പോരാടുന്ന ദേശാധിപതി ശക്തികളുടെ ആമേൻ വാദഗതികൾ തകരും. ഇന്ന് രാത്രി ഒരുവന്റെ ആത്മീയ ജീവിതത്തെ തകർത്തു കളയുന്ന ആമേൻ പൈശാചിക മേഖലകൾ തകരും. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. രാത്രി ഹല്ലേലൂയ. ഇത്രത്തോളം ആമേൻ ആമേൻ അവസരം ദൈവദാസൻ പറഞ്ഞുകൊണ്ട് ഇരിക്കും.